ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ സ്കൂൾ ഓഫ് യോഗ. സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് ഗണേശ മുദ്ര എന്താണ്, അത് ചെയ്യുന്ന വിധം, അതിൻ്റെ പ്രയോജനം, അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത്. ഗണേശ മുദ്ര, ഗണപതി മുദ്ര, വിനായക മുദ്ര എന്നൊക്കെ പറയും. ഗണേശ ഭഗവാന്റെ പേരിനോട് ചേർന്നുള്ള മുദ്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം അതിൻ്റെ പ്രയോജനം നമ്മളുടെ ജീവിതത്തിലെ വിഘ്നങ്ങൾ മാറാൻ സഹായിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ലൗകിക ജീവിതത്തിലാണേലും ആത്മീയ ജീവിതത്തിലാണേലും ഉണ്ടാകുന്ന തടസ്സങ്ങൾ നീങ്ങി വിജയം കൈവരിക്കാൻ സഹായിക്കുന്ന മുദ്രയാണെന്നാണ് വിശ്വാസം. ഈ മുദ്രയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രയോജനം നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഭയം, ഉത്കണ്ഠയൊക്കെ മാറും. ചില സിറ്റുവേഷൻ നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ലാത്ത പോലെ ഒരു തോന്നൽ വരില്ലേ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ ഗണേശ മുദ്ര ചെയ്യുന്നത് വഴി സഹായകമാവും. അപ്പോൾ ഈ മുദ്ര ചെയ്യുന്ന വിധം പറയാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവസാനം മറന്നു പോകും. അതുപോലെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് അഞ്ജലി മുദ്ര പിടിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇടത് കൈ ഈ ഒരു രീതിയിൽ പിടിക്കുന്നു, ഈ ഒരു രീതിയിൽ പിടിക്കുന്നു. വലത് കൈ ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് വിരലുകൾ തമ്മിൽ കോർക്കുന്നു. എന്നിട്ട് തള്ള വിരൽ ഇങ്ങനെ മടക്കി ചേർക്കുന്നു. ഈ ഒരു വിധം പിടിക്കുന്നതാണ് ഗണേശ മുദ്ര. ഈ മുദ്രയിൽ ഇങ്ങനെ ഇരുന്ന് നമുക്ക് കണ്ണുകളടച്ച് ഒരു മെഡിറ്റേഷനിലേക്ക് പോകാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ശ്വാസത്തെ നിരീക്ഷിക്കുകയാണ്, ശ്വസന നിരീക്ഷണം. അങ്ങനെ നമ്മുടെ ബ്രീത്തിങ്ങിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ നമുക്കിരിക്കാം. പറഞ്ഞല്ലോ, ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രയോജനം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ, ഭയം, ഉത്കണ്ഠയൊക്കെ മാറി ഏത് പ്രതിസന്ധിയും അതിജീവിക്കാൻ സഹായിക്കുന്ന മുദ്രയാണ്. പിന്നെ ഈ മുദ്ര ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മളൊന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ ഇങ്ങനെയൊന്ന് പുൾ ചെയ്യുക, വലിക്കുക. അപ്പോൾ നമ്മളുടെ ചെസ്റ്റ്, അതുപോലെ അപ്പർ ബാക്ക്, ഷോൾഡർ, നമ്മളുടെ കൈകൾ എല്ലാം ഇതിൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. സ്പോണ്ടിലോസിസ്, ഷോൾഡർ പെയിൻ ഉള്ളവർക്ക്, അതുപോലെ ടെന്നീസ് എൽബോ ഉള്ളവർക്ക്, അപ്പർ ബാക്ക് ഈ ഭാഗത്തൊക്കെ പെയിനൊക്കെ ഉള്ളവർക്ക് ഈ മുദ്ര ചെയ്യുന്നത് ഗുണം ചെയ്യും. അപ്പം നമ്മൾ ഈ ഗണേശ മുദ്ര പിടിച്ച് ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് കൈകൾ ഇങ്ങനെ വിരലുകൾ കോർത്തൊന്ന് വലിക്കുന്നത് വഴി നമ്മുടെ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. അതുപോലെ ശ്വാസകോശ ആരോഗ്യം വർദ്ധിക്കുന്നു. നമ്മുടെ ഹാർട്ട്, അനാഹത ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ മുദ്ര ചെയ്യുന്നത് നല്ലതാണ്. അത് കൂടാതെ ഇത് അനാഹത ചക്ര മാത്രമല്ല, മണിപൂരക ചക്രയെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ ദഹനത്തെയും സഹായിക്കുന്നു. അപ്പം ഇത്രയേറെ ഗുണങ്ങളുള്ള ഒരു മുദ്രയാണ്. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ഈ മുദ്ര അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ, ബൈ.